നേരെ പോകുന്നത് പത്തനംതിട്ടയിലേക്കാണ്. പത്തനംതിട്ടയുടെ കഥ പറയുകയാണെങ്കിൽ എന്നും UDF-നൊപ്പം നിന്നിരുന്ന ഒരു ജില്ല കഴിഞ്ഞ നിയമസഭയോടുകൂടി ആ ചിത്രം പൂർണ്ണമായി മാറി. 5 സീറ്റ് നിയമസഭയിൽ ആകെ 5 സീറ്റാണുള്ളത്. ആ 5 സീറ്റും LDF-നൊപ്പമാണ്. തിരുവല്ലയിൽ മാത്യു ടി തോമസ് ആണ് തിരുവല്ലയിൽ, ഒപ്പം തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ആറന്മുള, കോന്നി, അടൂർ, അങ്ങനെ റാന്നി അടക്കമുള്ള സ്ഥലം, അവിടെയും കേരള കോൺഗ്രസിന് വലിയ സ്വാധീനമുള്ളത്. കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ കേരളത്തിൽ 2 നഗരസഭകളാണ് BJP ഭരണം പിടിച്ചത്. അതിലൊന്ന് പന്തളം നഗരസഭയും ഒന്ന് പാലക്കാടാണ്. പന്തളം നഗരസഭ BJP പിടിക്കുകയും ചെയ്തു. ഇത്തവണ വലിയ വിവാദങ്ങൾക്കും കൂടി ഇടയാക്കിയിരുന്നു. പന്തളം നഗരസഭയിലെ ഈ BJP നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള വിവാദങ്ങളും രാഷ്ട്രീയ കോലാഹലങ്ങളും ഒക്കെ നടന്നൊരു സ്ഥലവും കൂടിയാണ് പന്തളം. പത്തനംതിട്ടയുടെ മനസ്സ് എന്താണ് പറയുന്നത് എന്ന് മഹേഷ് പറയും. സജി, പത്തനംതിട്ട 2020 ആകെ 16 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ അതിൽ 12 നേരത്തെ അജി പറഞ്ഞതുപോലെ അവിടെ ഒരു കേരള കോൺഗ്രസിന്റെ ഫാക്ടർ ഉണ്ട്. അവിടെ ഈ 12 LDF വരുന്നു, 4 UDF, 4 ചുരുങ്ങുന്നു. നഗരസഭകളാകെ 4, 2 LDF, 1 UDF, പന്തളത്ത് BJP. അതാണ് നഗരസഭകളുടെ കണക്ക്. ബ്ലോക്ക് പഞ്ചായത്തുകളാകെ 8 ബ്ലോക്ക് പഞ്ചായത്ത്, 7 LDF, 7 LDF, ഒരേ ഒരിടത്ത് UDF. ഗ്രാമപഞ്ചായത്തുകളാകെ 53 ഗ്രാമപഞ്ചായത്തുകൾ, LDF 31, UDF 19, BJP 3. അതാണ് പത്തനംതിട്ടയിലെ കണക്ക്. സഫാനുണ്ട് വിവരങ്ങൾ നൽകാനായി. സഫാന്, പത്തനംതിട്ട സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വെല്ലുവിളികൾ രാഷ്ട്രീയ പാർട്ടികൾ നേരിടുന്നുണ്ട്. അത് പ്രത്യേകിച്ച് മറ്റൊന്നുമല്ല, പത്തനംതിട്ട യുവാക്കൾ കൂടുതലായും പുറത്തേക്ക് പോകുന്നു. ഏറ്റവും കൂടുതൽ വീടുകൾ അടഞ്ഞുകിടക്കുന്ന ഒരു ജില്ല. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം വോട്ട് ചെയ്യാൻ ആളുകളെ കൊണ്ടുവരിക എന്നുള്ളത് ഒരു വെല്ലുവിളി തന്നെയാണ്. അങ്ങനെ ഒട്ടനവധി പ്രതിസന്ധികൾ അവർക്ക് മുന്നിലുണ്ട്. നേരത്തെ മഹേഷ് ചൂണ്ടിക്കാണിച്ച പന്തളം നഗരസഭ ഇത്തവണ ആർക്കൊപ്പം നിൽക്കുമെന്ന് കാത്തിരുന്ന് കാണാം. അടൂർ നഗരസഭ, UDF-ൽ നിന്നും എക്കാലവും ഉറച്ച അടൂർ നഗരസഭ, കോന്നി ഗ്രാമപഞ്ചായത്ത്, പ്രമാടം ഗ്രാമപഞ്ചായത്ത്, ഒപ്പം തന്നെ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് ആർക്കൊപ്പം നിൽക്കുമെന്ന് നമ്മൾ കാത്തിരുന്ന് കാണാൻ. പത്തനംതിട്ടയുടെ ചരിത്രം എന്താണ് സഫാൻ? അജി, പത്തനംതിട്ടയിൽ നിലവിൽ LDF-ന് സ്വാഭാവികമായ ഒരു മുന്നേറ്റമുണ്ട്. നിലവിലുള്ള കക്ഷിനില പരിശോധിക്കുമ്പോൾ LDF ആണ് മുന്നിട്ട് നിൽക്കുന്നത്. എന്നാൽ പൊതുവായ ഒരു മത്സര രംഗം പരിശോധിക്കുമ്പോൾ LDF UDF എന്ന തലത്തിലാണ് മത്സരമുള്ളത്. എന്നാൽ അജി സൂചിപ്പിച്ചതുപോലെ പന്തളം നഗരസഭ, പിന്നെ 53 ഗ്രാമപഞ്ചായത്തുകളിൽ 3 BJP ഭരിക്കുന്നുണ്ട്. ഈ ഇടങ്ങളിൽ ഇത്തവണയും ഒരു ത്രികോണ മത്സരം പ്രതീക്ഷിക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ ത്രികോണ മത്സരം ഉണ്ടെങ്കിൽ പോലും പൊതുവായി LDF UDF മത്സരത്തിലാണ് ഇവിടെ നിൽക്കുന്നത്. ആ അർത്ഥത്തിൽ എല്ലാവരുടെയും ഒരു വാശി ഈ പത്തനംതിട്ട ജില്ലയിലുണ്ട്. പ്രമുഖരെ തന്നെയാണ് 3 മുന്നണികളും സ്ഥാനാർത്ഥികളായി നിർത്തുന്നതും. നമുക്ക് ജില്ലാ പഞ്ചായത്തിൻ്റെ കാര്യം ഒന്ന് പരിശോധിച്ചാൽ നിലവിൽ 16 ഡിവിഷനുകളിൽ 4 ഒഴികെ LDF-നാണ് മേൽക്കൈ. ബ്ലോക്കിൽ 8 7 LDF-ന്റെ കയ്യിലാണ്. ബ്ലോക്കിൽ ഇത്തവണ നില മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന് UDF നേതാക്കൾ പ്രതീക്ഷിക്കുന്നുണ്ട്. 51 ഗ്രാമപഞ്ചായത്തുകളിൽ മിക്കയിടത്തും LDF UDF മത്സരമാണെങ്കിലും കുളനട, കവിയൂർ, ചെറുകാൽ എന്നീ 3 പഞ്ചായത്തുകളിലാണ് BJP ഉള്ളത്. ഇവിടെ ഒരു ത്രികോണ മത്സരം പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ പഞ്ചായത്തുകളിൽ നിന്ന് ഭരണം നേടിയെടുക്കേണ്ട ഭരണം പിടിച്ചെടുക്കണമെന്നുള്ള ആവശ്യം LDF UDF-നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ 4 നഗരസഭകളാണുള്ളത്: തിരുവല്ല, പത്തനംതിട്ട, അടൂർ. ഇതിൽ പന്തളത്താണ് BJP-ക്ക് ഭരണമുള്ളത്. BJP-യിൽ നിന്ന് ഇത് തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങൾ UDF-ന്റെയും LDF-ന്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. ആ അർത്ഥത്തിൽ ശക്തമായ മത്സരം തന്നെയാണ് പത്തനംതിട്ട ജില്ലയിൽ. ശക്തമായ ഒരു മത്സരത്തിന്റെ വേരൂന്നിയ ഒരു ജില്ല കൂടിയാണ് പത്തനംതിട്ട. രാഷ്ട്രീയ നാടകങ്ങൾക്കപ്പുറം സമാസമം ഒരു മത്സരം, എപ്പോഴും ഒരു ബിഗ് ഫൈറ്റ് നടക്കുന്ന ഒരു ജില്ലയാണ് പത്തനംതിട്ട. കാത്തിരിക്കാൻ നമുക്ക് പത്തനംതിട്ടയിൽ എന്താണ് സംഭവിക്കുക എന്നറിയാൻ.